തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടലിനെതിരായ ഹർജിയിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെട്ടെന്നും പോലീസ് ആചാരങ്ങളടക്കം ഇടപെട്ടുവെന്നും ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഹർജി മെയ് 22-ന് പരിഗണിക്കാനായി മാറ്റി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പൂരനഗരിയിൽ പോലീസിന്റെ ധാർഷ്ട്യപരമായ നടപടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിലിപ്പോൾ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. 22-ന് പരിഗണിക്കാനായി ഹർജി മാറ്റിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, തൃശൂർ പൂരം പോലീസ് അലങ്കോലപ്പെടുത്തിയ സംഭവത്തിലാണ് ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി എത്തിയത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി സുധാകരനാണ് കോടതിയെ സമീപിച്ചത്. ഈ ഹർജി ഇന്ന് ജസ്റ്റിസുമാരായ VG അരുൺ, S മനു ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു. ഹർജിയിൽ നിലവിൽ എതിർകക്ഷികളായിട്ടുള്ള സർക്കാർ, സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയവരോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിൽ വിശദീകരണം തേടിയിരിക്കുകയാണ്. മെയ് 22-ലേക്ക് ഹർജി വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. പോലീസ് ആചാരങ്ങളിൽ അടക്കം ഇടപെട്ടുവെന്നുള്ള വാദമാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ പൂരവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ ലംഘിക്കപ്പെട്ടു. മഠത്തിൽ വരവിലടക്കം പോലീസിന്റെ അനാവശ്യ ഇടപെടലും തടയലും ഉണ്ടായി. മാത്രവുമല്ല, വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് മുഖ്യ പുരോഹിതനെ കടത്തിവിടുന്നതിലും പോലീസിന്റെ ഭാഗത്തു നിന്നും അനാവശ്യമായിട്ടുള്ള ഇടപെടലുണ്ടായി. നേരത്തെ തന്നെ മുൻവർഷങ്ങളിലുള്ള പൂരങ്ങളിലും ഇത്തരത്തിൽ പോലീസ് ജനങ്ങൾക്ക് മേൽ, അതായത് ഭക്തർക്ക് മേൽ ലാത്തിചാർജ് നടത്തിയ സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി കർശനമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നുള്ളതായിരുന്നു ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് നിലവിൽ ഹർജിയിൽ എതിർകക്ഷികളായിട്ടുള്ള എതിർകക്ഷികളോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുന്നത്. എന്തായാലും ഈ വിശദീകരണവും മറുപടിയും കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതി ഹർജിയിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. മുൻവർഷങ്ങളിലും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മതപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ, ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെയോ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പോലീസിന്റെയോ ഇടപെടൽ ഉണ്ടാകരുത്. അത്തരം ഇടപെടലുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കൂടി ഹൈക്കോടതി പ്രഖ്യാപിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. മാത്രമല്ല, ഇതിലെ ആരോപണ വിധേയനായിട്ടുള്ള അങ്കിത് അശോകിനെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യവും ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു. അങ്കിത് അശോകിനെതിരെ ജുഡീഷ്യൽ തല അന്വേഷണം വേണം. അതുപോലെ തന്നെ വകുപ്പ് തലത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം. ഇതിനായിട്ട് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും നിർദ്ദേശം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളും ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. എന്തായാലും പോലീസിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള ആരോപണം മുൻനിർത്തിക്കൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. ഈ ഹർജിയിലാണ് നിലവിൽ എതിർകക്ഷികളായിട്ടുള്ള സർക്കാർ, പോലീസ് എന്നിവരോട് ഡിവിഷൻ ബെഞ്ച് വിശദീകരണം തേടിയിരിക്കുന്നത്. രേഷ്മ, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത്തരത്തിൽ വിശ്വാസികളുടെ വികാരത്തെ പോലും വ്രണപ്പെടുത്തുന്ന രീതിയിൽ പോലീസ് ഇങ്ങനെ പെരുമാറുമ്പോൾ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. വെടിക്കെട്ട് മുതൽ പൂര പ്രദർശനം വരെ പോലീസ് തടയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. പൂരം പോലീസ് പൂർണ്ണമായും പൊളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്ന ഈ ഒരു അവസരത്തിൽ വിശ്വാസികളുടെ വികാരത്തെ കൂടി മാനിച്ച് തന്നെയല്ലേ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുക? ഈ നിലവിൽ ഈ ഒരു ഹർജി ഒരു ഭക്തനായിട്ടുള്ള, അതായത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരനാണ് ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വാഭാവികമായിട്ടും ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഇതിലെ എതിർകക്ഷികളായിട്ടുള്ള സർക്കാർ, സംസ്ഥാന പോലീസ് മേധാവി, ആഭ്യന്തര വകുപ്പ്, അതോടൊപ്പം തന്നെ അങ്കിത് അശോകൻ, ഇവരുടെയൊക്കെ തന്നെ വിശദീകരണം കോടതിക്ക് കേൾക്കണം. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കോടതി കടക്കുക. എന്തായാലും നിലവിൽ ഇന്ന് ഹർജി പരിഗണിച്ച വേളയിൽ ഭക്തർക്ക് അവരുടെ വികാരങ്ങളിൽ ഉണ്ടായ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഈ പോലീസിന്റെ ഇടപെടൽ ഭക്തർക്ക് ഏത് വിധത്തിലാണ് അവരുടെ വികാരങ്ങൾ എത്രത്തോളം വ്രണപ്പെട്ടു എന്ന് ഹർജിക്കാരൻ നിന്ന് കോടതിയിൽ ബോധിപ്പിച്ച സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രാഥമികമായിട്ട് നിലവിൽ ഈ ഹർജിയിൽ എതിർകക്ഷികളോട് ഹൈക്കോടതി മറുപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ മറുപടി അടക്കം പരിശോധിച്ച ശേഷം മാത്രമേ കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും ഈ മറുപടിയിൽ സർക്കാർ എന്ത് പറയും, ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.